ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ മാത്രം കഴിക്കുന്ന നമ്മുടെ പോട്ടി ഫ്രൈ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും വീട്ടിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ വരൂ റെസിപ്പി കാണാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ 2 കിലോ പോട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പോട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ് നമ്മുടെ പോട്ടിക്കൊക്കെ. അപ്പം നമ്മളിത് എല്ലാം ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2-3 വിസിലൊന്ന് അടുപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പോട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സവാളകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷായിട്ട് 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്കിവിടെ 2 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിനി പോട്ടി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ പോട്ടിയൊക്കെ ഇതേ കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒട്ടും വേണ്ട. അപ്പോൾ നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം തോരാനായിട്ട് കോരിയെടുക്കാം. അപ്പം നമ്മുടെ പോട്ടിയൊക്കെ ഇതേ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പുരട്ടിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി പോട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പോട്ടി ഫ്രൈ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. ചൂടുണ്ട് കേട്ടോ, ചൂട്. അടിപൊളി, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.